ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ചേരുവകൾ കൊണ്ട് 5 മിനിറ്റുകൾക്കുള്ളിൽ നല്ല കിടിലൻ രുചിയുള്ള ഒരു ചമ്മന്തിയാണ്. ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഈ ഒരു ചമ്മന്തി തന്നെ ധാരാളമായിരിക്കും. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു ബൗളിലേക്ക് വലിയ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, കഞ്ഞിയുടെ കൂടെയും ഈ ഒരു ചമ്മന്തി കിടിലൻ കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് കറികളൊന്നും ഇല്ലാത്ത ദിവസം ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും ചോറ് മുഴുവനായിട്ട് കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. എല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉഷാറ് ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.